ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസ് ഓപ്പൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ എഡിറ്റിങ്ങിൽ ഞാൻ യൂസ് ചെയ്യുന്ന CC, ആ ഒരു CC എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ എഫക്ട്സാണ് ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. അതായത് മൊത്തത്തിൽ ഒന്ന് പൊളിച്ചടുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് അലൈറ്റ് മോഷനിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത ആ ഒരു വീഡിയോ ക്ലിപ്പ് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യേണ്ട സെറ്റിങ്സ് ഫുൾ HD ഫുൾ ക്വാളിറ്റിയിൽ ഫുൾ ബിറ്റ് റേറ്റിൽ വേണം എക്സ്പോർട്ട് ചെയ്യാൻ. അത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രോപ്പ് ആൻഡ് ടൈൽസ് എഫക്റ്റ് ആണ്. അപ്പോൾ ക്രോപ്പ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്ക് നമുക്ക് ആദ്യം നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കുറച്ചൊന്ന് സൂം ചെയ്തിട്ടൊന്ന് അറേഞ്ച് ചെയ്യണം. കാരണം അതിലൊരു ചെറിയൊരു ബ്ലാക്ക് ബാർ ഒരു ഔട്ട്ലൈൻ പോലെ അതിലുണ്ട്. അപ്പോൾ അതൊന്ന് സൂം ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ ക്ലിപ്പിനെ ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ക്രോപ്പ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ഷേപ്പ് ആഡ് ചെയ്ത് എന്നിട്ട് ഇവിടെ 3 ഡോട്ട് കൊടുത്തിട്ട് സ്ട്രെച്ച് ടു സ്ക്രീൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ മേഖല കാണുന്ന രണ്ടാമത്തെ മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ക്രോപ്പ് ആവും. ഇപ്പോൾ ഇവിടെ ക്രോപ്പായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ക്രോപ്പായി വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്, ടൈൽസ് എഫക്റ്റ്. അപ്പോൾ അതിനായിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട്സിൽ പോവുക, ഡിസ്റ്റോർഷൻ ആൻഡ് വാപ്പിൽ പോവുക, അതിനകത്ത് ടൈൽസ് എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആ മിറർ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടേക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ CCയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ആ ഒരു ബേസ് കറക്ഷൻ ലെയർ എന്നുള്ള ആ ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഒരു ഷേപ്പ് ആഡ് ചെയ്തു, അതിനെ ഫിൽ സ്ക്രീൻ ആക്കി, എന്നിട്ട് കുറച്ച് സൂം ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. അത് സെലക്ട് ചെയ്യുക, ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട്സിൽ പോവുക. അതിനകത്ത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അത് അതറിനകത്താണ് കിടക്കുന്നത്. അതൊന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ബേസ് ആയിട്ടുള്ള നമ്മളുടെ എഫക്റ്റുകളിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം വേണ്ടത് കളർ ആൻഡ് ലൈറ്റിൽ പോവുക, സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് അതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്, അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് കളർ ആൻഡ് ലൈറ്റിൽ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഷാർപ്പനാണ്. അത് ബ്ലറിനകത്താണ് കിടക്കുന്നത് കേട്ടോ. ബ്ലറിനകത്ത് ഷാർപ്പൻ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസിലാണ്. കുറച്ച് സാറ്റുറേഷൻ ഇതിൽ കുറച്ച് എടുക്കുകയാണ്, കാരണം എങ്കിൽ CC വരുമ്പോൾ കാണാൻ ലുക്ക് ഉണ്ടാവും. അടുത്ത നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുത്തു. അതിനകത്ത് കോൺട്രാസ്റ്റ് ഞാനൊന്ന് കൂട്ടുകയാണ്. ആ ഒരു ഡാർക്കായിട്ടുള്ള പാർട്ടൊക്കെ നല്ല ഡാർക്കായിട്ട് തന്നെ കാണുന്ന രീതിക്കാണ് ഞാനിവിടെ കൂട്ടുന്നത്. എങ്കിലേ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി നിലനിൽക്കുമല്ലോ, അല്ലെങ്കിൽ ഒന്ന് പിക്സലേറ്റഡ് ആയതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി. അടുത്തതെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ കോൺട്രാസ്റ്റ് ഇട്ടപ്പോൾ. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഷാർപ്പനാണ്. ഷാർപ്പൻ ഈ വീഡിയോയ്ക്ക് അധികം വേണ്ട, ആവശ്യത്തിന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെടുക്കുന്ന വീഡിയോയുടെ ആ ഒരു ബേസ് എങ്ങനെയുണ്ട്, നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബേസ് എഫക്റ്റുകൾ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ബേസ് കറക്ഷൻ ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നോക്കാം, ആ ഒരു ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ പോലും നമ്മൾ ആ വീഡിയോ നന്നായിട്ടൊരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് HDR ഷാർപ്പൻ ലുക്കാണ് കേട്ടോ. നമ്മൾ സാധാ HDR ലുക്ക് ഉണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ എൻ്റെ പാക്കിനകത്ത് എൻ്റെ CC കിടപ്പുണ്ട്. ആ ഒരു ലുക്കിന് മാത്രമുള്ള CC, ഇതിനകത്ത് കളറോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഷാർപ്പൻ HDR ലുക്കാണ് അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത്, കണ്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. ഇതിനകത്ത് അധികം ഒരു എഫക്റ്റും ഇല്ല. ഞാൻ കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. 2 ലെയറിനകത്ത് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു HDR ലുക്കാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ലെയർ ഞാൻ കാണിച്ചു തരാം. അത് ഒരു ഷേപ്പാണ്. ആദ്യത്തത് ഒരു വൈറ്റ് ഷേപ്പാണ് കേട്ടോ. ഇതൊരു വൈറ്റ് ഷേപ്പാണ്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഓവർലേ ബ്ലെൻഡിങ് മോഡിലാക്കിയിട്ടിട്ടുണ്ട്, അല്ല വേറെ ഒന്നും ഇതിനകത്തില്ല. ഒരു വൈറ്റ് ഷേപ്പിനെ ഓവർലേ ബ്ലെൻഡിങ് മോഡിലാക്കിയിട്ടിട്ടുണ്ട്.
രണ്ടാമത്തെ ആ ഒരു ലെയറിനകത്ത് ഈ ഒരു ലെയറിനകത്തുള്ളത് ഗോഷൻ ബ്ലറാണ്. അതിന് ഒരു 300 അതിൻ്റെ ഒരു എമൗണ്ട് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത എക്സ്പോഷർ ആൻഡ് ഗാമ, ഈ 2 എഫക്റ്റേ ഉള്ളൂ. അതിൽ എക്സ്പോഷർ കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലെയറിനെ സബ്ട്രാക്റ്റ് ആയിട്ടുള്ള ആ ബ്ലെൻഡിങ് മോഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. സബ്ട്രാക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് കളർ ഗ്രേഡിങ്. ഇതിനകത്ത് ഒരേ ഒരു എഫക്റ്റ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിനായിട്ട് ഞാൻ ആ ഒരു നേരത്തെ ആ ഒരു ഷേപ്പ് ലെയറിൻ്റെ ഒരു കോപ്പി എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനകത്ത് ആ എഫക്റ്റുകളെല്ലാം കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം കളയാണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരേ ഒരു എഫക്റ്റേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആഡ് എഫക്ട്സിൽ പോവുക, കളർ ആൻഡ് ലൈറ്റിൽ പോവുക. അതിനകത്ത് റീപ്ലേസ് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ഉണ്ട്. അതിലേക്ക് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കണ്ടോളുക കേട്ടോ. അതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് നമുക്ക് ഒരു കളർ, അതിനകത്ത് റീപ്ലേസ് ചെയ്യേണ്ട ഏത് കളറാണ് ആ വീഡിയോയ്ക്കകത്ത് അത് സെലക്ട് ചെയ്യണം. അതിനായിട്ട് ആ ഒരു കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു കളർ പിക്കർ എടുത്തുകൊണ്ട് പോയി ആ ഒരു വീഡിയോയിൽ ഏത് പാർട്ടിലെ കളറാണോ മാറ്റേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇപ്പം ഞാനിവിടെ ആ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഓവറായിട്ട് ഷാഡോയിൽ കയറാതെ ഫേസിലും ഹൈലൈറ്റ്സിലും മാത്രം വരുന്ന രീതിക്കാണ് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ രണ്ടാമത്തെ ആ ഒരു കളർ ബോക്സ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഏത് കളറാണോ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്, അത് ഞാൻ ഇവിടെ ഒരു പിങ്ക് അതാണ് കൊടുക്കുന്നത്. ആ രണ്ടാമത്തെ ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ത്രെഷോൾഡും ഈ ഒരു സെറ്റിങ്സ് ഫെദർ ഇതൊക്കെ ആ ഒരു എമൗണ്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ നമ്മൾ നിർത്തുക. എന്നിട്ട് അതിലൊരു ആൽഫ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഒപ്പാസിറ്റി അതൊന്ന് കൺട്രോൾ ചെയ്യുക. അത് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഓവറായിട്ടുള്ള കളറൊക്കെ അങ്ങ് മാറും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഒപ്പാസിറ്റി കുറയ്ക്കുക. എത്രയാണ് വേണ്ടത് മിനിമലായിട്ട് കുറച്ച് വയ്ക്കുക. ഇത് നമ്മളുടെ ക്വാളിറ്റിയുള്ള വീഡിയോസിലൊക്കെ നല്ല ലൈറ്റിംഗ് കണ്ടീഷനുള്ള വീഡിയോസിൽ മാത്രമേ ഇത്തരം സെറ്റിങ്സ് സെറ്റായി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളുടെ ആ ഒരു കളർ ഗ്രേഡിങ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ ഒരു കളർ ടോൺ നമ്മൾ ഇതിനകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. ഫ്ലിക്കർ ആൻഡ് ഓവർലേ. അപ്പോൾ ആദ്യം ഞാൻ ഓവർലേ ഒരു ഫിലിം ഗ്ലിച്ചൊക്കെ ഉള്ള ഒരു ഡസ്റ്റ് ഓവർലേ ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് അതൊന്ന് ആക്കിയിട്ട് ബ്ലെൻഡിങ് മോഡ് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് ഇടുമ്പോൾ നല്ല രസമായിരിക്കും വീഡിയോ കാണാൻ. അപ്പോൾ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഇതിനകത്ത് ഫ്ലിക്കറിങ് ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലിക്കറിങ് ആഡ് ചെയ്യാം. അതിനായിട്ടൊരു ഷേപ്പ് ആഡ് ചെയ്തു, അതിനകത്ത് ഒന്ന് സൂം ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യണം, കോപ്പി ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ അത് സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ പോവുക, അതറിനകത്ത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അതിനകത്തേക്ക് എക്സ്പോഷർ ആൻഡ് ഗാമ കൂടി അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുമായി. ഇനി അടുത്ത ഒരു എഫക്റ്റ് ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്നുള്ള ആ ഒരു ഓപ്ഷനകത്ത് കിടപ്പുണ്ട്, ഫ്ലിക്കർ. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് സെറ്റിങ്സ് എന്ന് പറയുന്നത് എക്സ്പോഷർ, നമുക്ക് ആ ഒരു ഫ്ലിക്കറിങ് വരുന്ന എമൗണ്ട് അനുസരിച്ച് എക്സ്പോഷർ കുറച്ച് കൂട്ടി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത ഫ്ലിക്കർ എന്നുള്ള ആ ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ആ ഒരു 3 ഓപ്ഷനും ആ ഒരു ഫ്രീക്വൻസി അതുപോലെ തന്നെ അതിൻ്റെ ആ ബാക്കിയുള്ള 2 ഓപ്ഷനും ഫുള്ളും കൂട്ടിയിടുക, മൊത്തത്തിൽ കൂട്ടിയിടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോയ്ക്ക് വേണ്ട അനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, റീസെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു CC എന്ന് ഞാൻ പറയുന്നില്ല. ഇത് കുറച്ച് ടഫാണ്. നിങ്ങൾക്ക് അത്രയും എഫേർട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ 1080p കാണുമെങ്കിൽ മാത്രമേ ഈ വീഡിയോ ഒരു HDR ഷാർപ്പ് ലുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാൻ നിസാർ. ബൈ.